ഖബറിന്റെ ആഴമോ സോദരാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. ആ ഖബറിന്റെ ആഴമൊന്ന് നോക്ക്, ഖബറിലേക്ക് നോക്കി നിൽക്കടാ ചെറുപ്പക്കാരാ. ഖബറിന്റെ ചുറ്റുഭാഗത്ത് ഒരുപാട് പേര് കിടക്കുന്നുണ്ട്. പല കൊലകൊമ്പന്മാരായിരുന്നു, ഈ നാട് വിറപ്പിച്ചവന്മാരായിരുന്നു. പക്ഷേ അവന്റെ തലച്ചോറില് വളമെടുത്തിട്ടാണ് അവന്റെ തലയുടെ മുകളിൽ ഒരു മൈലാഞ്ചി ചെടി കിളിച്ചു നിൽക്കുന്നത്. ഈ ഓർമ്മ നിനക്ക് വേണം സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുകയാ, ഏ അബൂദറേ, നന്നാകണോ അബൂദറേ, നന്നാകണോ അബൂദറേ. ഖബർ സിയാറത്ത് ചെയ്താ ഏതു മനുഷ്യനും നന്നാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ചെറുപ്പക്കാരാ ഖബർ സംസാരിക്കുമടാ. സിറാജ് പറയുന്നത് പോലെ, സിറാജിന് നാവുള്ളത് പോലെ, നിനക്ക് നാവുള്ളത് പോലെ ഖബറിനും നാവുണ്ട് ചെറുപ്പക്കാരാ. അത് സംസാരിക്കും ചെറുപ്പക്കാരാ. കേൾക്കാൻ പറ്റാത്തത് നിന്റെ ചെവിക്ക് കേൾവിയില്ലാത്തത് കൊണ്ടാണ്. റബ്ബേ, ഖബർ ഒരുപാട് പേരോട് സംസാരിച്ചല്ലോ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, പാപ്പാ നീ ഇനി മുതൽ ഖബറിന്റെ ചാരത്ത് ചെല്ലുമ്പോ ചിന്തിക്കണേ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ജനാസ ഖബറടക്കാൻ പോകുകയാണ്. മയ്യത്ത് ഖബറടക്കി എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്, എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുകയാണ്. തങ്ങളെ വരുന്നില്ലോ, ജനാസയോടുള്ള കടമകൾ കഴിഞ്ഞല്ലോ. മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, നിസ്കരിച്ചു, ഖബറടക്കി. എന്തിനാണ് പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, എനിക്കിവിടെ, ഞാനിവിടെ അല്പനേരം നിൽക്കട്ടെ, എല്ലാവരും പൊക്കോ, ഒരാളും എന്നെ ശല്യം ചെയ്യരുത്, എല്ലാവരെയും പറഞ്ഞു വിടുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പള്ളിപ്പറമ്പിലൂടെ നടക്കുകയാണ്. ഒരു പഴക്കം ചെന്ന ഖബർ കണ്ടു, ഒരു പഴക്കം ചെന്ന ഖബർ കണ്ടു. ആ ഖബറിന്റെ ചാരത്ത് ചെന്നിരുന്ന് കരയുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോ ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്. ഒന്നും ചോദിക്കുന്നില്ല, ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല. ഖബറിന്റെ ചാരത്തിരുന്ന് കരയുമ്പോ ഖബർ ചോദിക്കുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ചോദിക്കാനൊന്നുമില്ലേ, അറിയാനൊന്നുമില്ലേ, ഞാനൊരു മനുഷ്യനോട് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയണ്ടേ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് ഖബർ ചോദിക്കുകയാ, മഹാനവറുകൾ ചോദിക്കുകയാണ്, എങ്ങനെയാണ് നീ ഒരു മനുഷ്യനോട് പെരുമാറുന്നത്? എങ്ങനെയാണ് നീ ഒരു മനുഷ്യനോട് പെരുമാറുന്നത്? ഖബർ പറയുകയാ, മസക്കത്തുൽ അഖ്ഫാൻ വശദഖത്തുൽ മുഖലതൈൻ വഅകൽതുൽ ലഹുമാ. ഖബർ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെന്ന് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചെവിയങ്ങ് പൊത്തിപ്പിടിക്കുകയാണ്, പിടഞ്ഞ് താഴെ വീഴുകയാണ്. പറയല്ലേ, 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 എങ്ങനെയാണ് നീ ഒരു മനുഷ്യനോട് പെരുമാറുന്നതെന്ന് എന്നോട് പറയരുത്, അത് കേൾക്കാനുള്ള ധൈര്യമില്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഖബറിന്റെ മുകളിൽ കിടന്ന് കരയുകയാ, പിടയുകയാ. ഖബറിന്റെ മുകളിൽ കിടന്ന് കരയുന്നത് കണ്ടപ്പോ ഖബറിന് പോലും സങ്കടം തോന്നുകയാണ്. ഖബറാണ് പറഞ്ഞു കൊടുത്തത്, അല്ലദുല്ലുക അലാ അഖ്ഫാനി ലാ തുബിലാ. അവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, നന്നാകണോ ബാപ്പാ, പള്ളിപ്പറമ്പിൽ പോകൂ, നിനക്ക് നന്നാകാൻ കഴിയും. പെങ്ങളെ, നന്നാകണോ ഉമ്മാ. ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണ് മരണപ്പെട്ടാൽ നീ
മരണ വീട്ടിൽ പോകണം, നീ മരണ വീട്ടിൽ പോകണം. എന്നിട്ട് ചോദിക്കണം, മയ്യത്ത് കുളിപ്പിക്കുന്നത് എവിടെയാണ്? ജനാസ കുളിപ്പിക്കാനെടുത്താ നീ ചെല്ലണേ ഉമ്മാ. അവിടെ ഒരു പെണ്ണിനെ കാണോ, നിന്നെ പോലെ നടന്നിരുന്ന ഒരുത്തിയെ കാണാ. അവൾക്ക് എന്തും എങ്ങോട്ടും ഓടണ്ട, അവൾക്ക് പടച്ചവനെ ഒന്നും മിണ്ടണ്ട. അവളുടെ കിടപ്പ് കണ്ട നന്നാകും പെണ്ണേ. അതുകൊണ്ട് മഹാനായ റിയാഹുൽ കൈസിനോട് പറയുന്നു, മോനെ, ഈ കബറാളികൾക്ക് എഴുന്നേറ്റ് വരാൻ പറ്റൂല, നിനക്ക് സമയമുണ്ടല്ലോ, അതുകൊണ്ട് കിട്ടിയ സമയം നീ ഉപയോഗപ്പെടുത്തൂ. ചെറുപ്പക്കാരോട് പറയാറുള്ളത്, മോനെ, ശഅബാ മാസമാ, ഓരോ നിമിഷത്തിനും വിലയുള്ള മാസമാ, നന്മകൾ അധികമായി ചെയ്യേണ്ട മാസമാ. അതുകൊണ്ട് അല്ലാഹനെ പേടിച്ച് നടക്കടാ, എല്ലാ ദുസ്വഭാവങ്ങളും മാറ്റിവെക്ക ചെറുപ്പക്കാരാ. മരണത്തെക്കുറിച്ചോ, ഖബറിനെ കുറിച്ചോ, ഹിസാബിനെ കുറിച്ചോ, സിറാത്തിനെ കുറിച്ചോ ചിന്തിക്കടാ പൊന്നുമോനെ. പള്ളിപ്പറമ്പിൽ 6 മണ്ണിനകത്ത് ഒറ്റയ്ക്ക് പോയി കിടക്കണ്ടവനാണെന്നുള്ള ഓർമ്മ വരട്. എന്നിട്ട് നന്മകൾ അധികരിപ്പിക്കട് മോനെ. റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു തകാസുർ ഉണ്ടല്ലോ, അൽഹാകുമുത് തകാസുർ ഹത്താ സുറത്തുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ ആയത്ത് കേട്ടപ്പോ റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ തന്റെ വീട്ടിലേക്ക് ഓടി ചെന്നിട്ട് വീടിന്റെ മുമ്പിൽ ഖബർ കുടിക്കുകയാ. തന്റെ വീടിന്റെ മുമ്പിൽ ഖബർ കുടിക്കുകയാ. ഖബറിന്റെ പണിയങ്ങ് പൂർത്തിയായപ്പോ റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന മനുഷ്യനാ ഖബറിനകത്ത് ഇറങ്ങുകയാണ്. രാവിലെയും വൈകിട്ടും ഖബറിനകത്ത് ഇറങ്ങുകയാണ്. പടച്ചവര് ആ ഖബറിലേക്ക് ഇറങ്ങിയിട്ട് പലകയെടുത്ത് അടുക്കുകയാ. എന്നിട്ട് വിളിച്ചു പറയുന്നു, റബ്ബിർജിഊ, എന്നെ മടക്കണേ, എന്നെ മടക്കണേ, എന്നെ മടക്കണേ. ഖബറിനകത്ത് കിടന്ന് നിലവിളിക്കുമ്പോ ഭാര്യ ഓടി വരികയാണ്, അയൽവാസികൾ ഓടി വരികയാണ്, ഖബറിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം ഇബാദത്ത് ചെയ്യാനിരിക്കുമ്പോ വല്ലാത്ത ഒരു ക്ഷീണം തോന്നുകയാ, ഒരു ക്ഷീണം തോന്നുകയാണ്. മഹാനായ റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രാത്രി ഭാര്യയോട് പറയാതെ എഴുന്നേറ്റ് പോയി ഖബറിനകത്തിറങ്ങി പലകയെടുത്ത് അടുക്കുകയാണ്. ഖബറിനകത്തിരിക്കുകയാണ്. പടച്ചവനെ വിളിക്കുന്നുണ്ട്, റബ്ബിർജിഊ, എന്നെ മടക്കണേ, എന്നെ മടക്കണേ. പടച്ചവനെ ഭാര്യ കിടന്ന് ഉറങ്ങിപ്പോയി, ഭാര്യ കിടന്ന് ഉറങ്ങിപ്പോയി. വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല. ശ്വാസം മുട്ടുകയാ, ശരീരം മുഴുവനും തളരുകയാ. വിളിച്ചുകൂവലാണ്, അട്ടഹാസമാണ്. ഖബറിനകത്ത് കിടന്നുകൊണ്ട് അട്ടഹസിക്കുകയാ. നിലവിളി കേട്ടു ഭാര്യ ഞെട്ടി ഉണരുകയാണ്. ഓടി വന്ന് റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് ഖബറിനകത്ത് നിന്ന് വലിച്ച് കരകയറ്റുകയാണ്. മുകളിലേക്കെടുത്തു. എന്നിട്ട് കുടിക്കാ വെള്ളം കൊടുത്തു. ബോധം തിരിച്ചു വന്നപ്പോ റബീഅ വിളിക്കുന്നു, യാ റബീഅ. സ്വന്തം നഫ്സിനോട് പറയുകയാണ്, ഇന്ന് ഖബറിനകത്ത് കിടന്ന് നിലവിളിച്ചപ്പോ രക്ഷപ്പെടുത്താൻ എന്റെ കുടുംബമുണ്ടായിരുന്നു, എന്റെ ഭാര്യ ഉണ്ടായിരുന്നു, എന്റെ അയൽവാസികൾ ഉണ്ടായിരുന്നു. പക്ഷേ ആര് വിളിച്ചാലും രക്ഷപ്പെടുത്താൻ ആരുമില്ലാത്ത ഒരു ദിവസം നിനക്ക് വരാനുണ്ട് റബീഅ.
അതുകൊണ്ട് നീ നന്നാകണേ, അതുകൊണ്ട് നീ നന്നാകണേ. അവിടുന്ന് സ്വന്തം ശരീരത്തിനോട് പറഞ്ഞു എന്ന ചരിത്രം പറയുമ്പോ വഅദ കേൾക്കാമെന്ന ഉപ്പാ മരണമെടുക്കുമ്പോ ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം സമയമാ. എത്ര ചോദിച്ചാലും അല്ലാഹു തരൂല, എത്ര ചോദിച്ചാലും അല്ലാഹു തരൂല. ഇനി ചോദിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? എന്തിനാണ് സമയം ചോദിച്ചത്? ഒരാളുടെയും മരണമെടുക്കുന്ന സമയം അല്ലാഹുവിനോട് ചോദിക്കുന്നത് സമയന്താ, സമയന്താ, സമയന്താ. ഇഷ്ടം പോലെ സമയമുണ്ട്, ഇപ്പൊ ഉപയോഗപ്പെടുത്തിക്കോ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എങ്കിൽ ഒരാൾ സമയം ചോദിക്കുന്നു, എന്തിന്? അല്ലാഹു ചോദിക്കുകയാ, എന്തിനാ നീ സമയം ചോദിക്കുന്നേ? എന്തിനാണ് നീ സമയം ചോദിക്കുന്നത്? എന്താ നിനക്ക് വേണ്ടത്? എന്തിനാ സമയം? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. മരണം നിന്റെ അടുക്കൽ വരുമ്പോ, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ കണ്ണിന്റെ മുമ്പിൽ വരുമ്പോ നീ സമയം ചോദിക്കും. എന്തിനാ? നിസ്കരിക്കാനാണോ? അല്ല. ഖുർആൻ ഓതാനാണോ? അല്ല. ദിക്ർ പറയാനാണോ? അല്ല. നിനക്ക് എന്തിനാ സമയം വേണ്ടത്? അല്ലാഹ് പറയുകയാ, നീ നിന്റെ നാവ് കൊണ്ട് പറയും, അല്ലാഹുവേ ഒരുപാട് സമ്പാദ്യം വാരി കൂട്ടി വെച്ചിട്ടുണ്ട്, ഇന്ന് വരെ ഒരുത്തനും കൊടുത്തിട്ടില്ല. പള്ളിക്കും മദ്രസകൾക്കും പാപങ്ങൾക്കും യതീമീങ്ങൾക്കും രോഗികൾക്കും എന്റെ വീടിന്റെ മുറ്റത്ത് വന്നിട്ട് യതീമീങ്ങൾ കൈനീട്ടിയിട്ടുണ്ട് പടച്ചവനെ, ഇന്ന് വരെ ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് എനിക്കൊരു മിനിറ്റ് തരണം. എന്തിനാ? എന്റെ ചാരത്ത് കിടക്കുന്ന എന്റെ ഭാര്യയോടൊന്ന് പറയാൻ, പെണ്ണെ ഞാൻ മരിച്ച എന്തെങ്കിലും ഒന്ന് നീ പള്ളിക്ക് കൊടുക്കണം. ഞാൻ മരിച്ചുപോയാൽ ഞാൻ ഈ കൂട്ടിവച്ചിരിക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും നീ എടുത്തിട്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കണേ എന്നൊന്ന് പറയാൻ അല്ലാഹു പറയുകയാ, ഫഅസ്വദ്ദക, നീ സദക്ക ചെയ്യാൻ വേണ്ടി തെണ്ടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. റബ്ബിനോട് പറയുന്ന, പടച്ചവൻ എനിക്ക് സമയം വേണമല്ല. എന്തിനാ അല്ലാ? സദക്ക കൊടുക്കാൻ. ഇത്ര കൊല്ലം പോരായിരുന്നോടാ ചങ്ങാതി? നിനക്ക് അല്ലാഹു 40, 50, 60, 70 കൊല്ലം അല്ല തന്നല്ലോ. നിനക്ക് അപ്പോ ഒന്നും കൊടുക്കാൻ വയ്യായിരുന്നു. ഈ തീരാൻ പോകുന്ന സമയത്താ നിനക്ക് സദക്കയുടെ വില തിരിയുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തരൂല്ല മനുഷ്യ, ഒരു സെക്കൻഡ് പോലും അല്ലാഹു നിനക്ക് തരൂല്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ബക്കറ്റ് പിരിവുണ്ടോ? ബക്കറ്റ് പിരിവുണ്ടോ? എടുത്തോ, പെട്ടെന്ന് എടുത്തോ. ഉസ്താദേ, അല്ലാഹുവേ എനിക്ക് മരിക്കുന്ന സമയത്ത് തെണ്ടാൻ വയ്യ, ഇപ്പോഴേ ഇട്ടോ. അല്ലാഹ് മരിക്കുന്ന സമയം എനിക്ക് യാചിക്കാൻ വയ്യ, അതുകൊണ്ട് ഇപ്പൊ തന്നെ പിടിച്ചോ അല്ലാ ഒരു ജാരിയായ സദക്ക ആ ബക്കറ്റിന്റെ അകത്തിട്. ഇല്ല ഉസ്താദെ, ഞാൻ അപ്പ തെണ്ടിക്കോളാമെങ്കിൽ അങ്ങനെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാരും ഒന്ന് പോക്കറ്റ് കൈയിട്, കൈയിട് ചങ്ങാതി, ഒന്ന് പോക്കറ്റ് കൈയിട്ടെ, ഒന്ന് പോക്കറ്റ് കൈയിട്ടെ. പൈസ എടുക്കണ്ട, ചുമ്മാതൊന്നിട്ടെ. മസില് പിടിച്ച് നിൽക്കരുത്, എന്നെ കൊണ്ട് അടുത്തത് പറയിപ്പിക്കരുത്. അല്ലാഹു കാക്കുമാറാകട്ടെ. പെട്ടെന്നൊന്ന് പോക്കറ്റ് കൈയിട്ടെ. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബിയിനാ റസൂലുള്ളാഹി, നബിയിനാ റസൂലുള്ളാഹി. അറിയാത്ത ആരുമില്ല. സദക്ക വിപത്തിനെ തട്ടിമാറ്റും. നിനക്ക് വരാനിരിക്കുന്ന ദുരന്തങ്ങളെ സദക്ക തട്ടിമാറ്റും. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ബക്കറ്റും കൊണ്ട് വരുമ്പോ നീ ചിരിക്കും, നീ ഉറക്കം നടിക്കും, കാണാത്തവനെ പോലെ ഇരിക്കും. എന്നാ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, വയല് കഴിഞ്ഞ് തിരിച്ച് നിന്റെ വീട്ടിൽ ചെന്നു, 12 മണിയായി, താമസിച്ചു, ഉടനെ ചാടി ബാത്റൂമിൽ കയറി, കാല് തെറ്റിയിട്ട് താഴെ വീണു, ഭിത്തി പോയി തലയിലടിച്ചു. അല്ലാഹു കാക്കുമാറാകട്ടെ. നിന്റെ തല പോയിട്ട് നിന്റെ ഭിത്തിയിലിടിച്ചു, നീ ബോധം കെട്ട് താഴെ വീണു, മക്കൾ ഓടി വന്നു. അല്ലാഹു കാക്കുമാറാകട്ടെ. പറ, നീ വീഴൂലേ? അല്ലാഹു കാക്കുമാറാകട്ടെ. ഒരൊറ്റ നിമിഷം മതി മോനെ, ഒരൊറ്റ നിമിഷം മതി. ഇന്നലെ അബ്രാരി, എന്റെ പ്രിയ സുഹൃത്താണ്, പ്രഭാഷകന, കാസർഗോഡ് മുബാറക്ക് മസ്ജിദിലെ ഖതീബ, വണ്ടിയിലടിയിൽ ഒരു ചെറുപ്പക്കാരൻ, 20-21 വയസ്സിന്റെ 20-21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് അല്ലാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെതാ, അല്ലാഹു അപകടങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ. ബാത്റൂമിനകത്ത് വീണു, നിലവിളി കേട്ടു, മക്കൾ ഓടി വന്നു, പൊക്കിയെടുത്തു. ഇവിടുന്ന് നേരെ കാഞ്ഞങ്ങാട് മൻസൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു, ഒന്നുകിൽ പരിയാരത്ത് കൊണ്ടുപോ, അല്ലെങ്കിൽ മംഗലാപുരത്ത് കൊണ്ടുപോ. ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഐസിയുവിന്റെ വാതിൽ തുറന്നിട്ട് ഡോക്ടർ പറഞ്ഞു, AC-ക്കകത്തോട്ട് കയറ്റി കിടത്തിക്കൊള്ളാൻ. നേരെ കയറ്റി
അങ്ങനെ ഐസിയുവിനകത്ത് കയറ്റി കിടത്തി. കുറച്ചു കഴിഞ്ഞ ഡോക്ടർ വെളിയിൽ വന്നിട്ട് പറഞ്ഞു, ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട്, സർജറി വേണം, ഇത്തിരി സീരിയസാ. രാവിലെ പറയാം. പടച്ചവനെ, നാളെ രാവിലെ നിങ്ങളുടെ പള്ളിയിൽ ഫൈസി ഉസ്താദിന്റെ റൂമിന്റെ മുമ്പിൽ നിന്റെ മകൻ വന്നിട്ടുണ്ട്. ഉസ്താദ് ചോദിക്കും, എന്തിനാടാ വന്ന് നിൽക്കുന്നേ, എന്തിനാ മോനെ വന്നത്? അപ്പൊ ഉസ്താദിനോട് പറയൂ, ഉസ്താദെ ഉമ്മച്ചി പറഞ്ഞു വിട്ടതാ, വാപ്പ ഇന്നലെ വയത് കഴിഞ്ഞ് വീട്ടിൽ പോയി ബാത്റൂമിനകത്ത് വീണിട്ട് ഇപ്പൊ ഐസിയുവിനകത്ത് കിടക്കുകയാ, ഉമ്മ തന്നു വിട്ടതാ ഈ പൈസ, ഒരു 1000-1000 2000 ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും, ഉസ്താദ് ഒന്ന് ദുആ ചെയ്യണേ. അപ്പൊ നിനക്കറിയാം സദക്ക കൊടുത്താ രക്ഷപ്പെടുമെന്ന്, ഇല്ലേ? ഇപ്പൊ ഇടാൻ പറഞ്ഞ വയ്യ. ക്യാൻസറിന്റെ ടെസ്റ്റിന് അയച്ചാ സദക്ക കൊടുക്കൂലേ? നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണേ? നിനക്ക് എന്തെങ്കിലും രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നാ അപ്പൊ നീ സദക്ക കൊടുത്ത് ദുആ ചെയ്യിപ്പിക്കും. ഇതല്ലേ നബി തങ്ങൾ പറഞ്ഞത്? അത് വരാനിരിക്കാതുള്ള വഴിയല്ലേ സദക്ക. ഇപ്പൊ ബക്കറ്റിനകത്ത് എന്തെങ്കിലും ഇട്ടാ ബാത്റൂമിൽ വീഴാതെ തന്നെ രക്ഷപ്പെട്ടുകൂടെ? അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ്, മനസ്സറിഞ്ഞുകൊണ്ട് നല്ലത് അള്ളാഹു തന്നതിൽ നിന്നൊരു വിഹിതമെടുത്ത് ബക്കറ്റിന്റെ അകത്തിട്. എന്നിട്ട് അള്ളാഹിനോട് പറ. വാട്സപ്പ് കാണാറില്ലേ? ഫേസ്ബുക്ക് കാണാറില്ലേ? രോഗം പിടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യന്റെ ചാരത്ത് തന്റെ ഭാര്യയും തന്റെ മക്കളും നിന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാ, എന്തെങ്കിലും സഹായിക്കണേ, ഷെയർ ചെയ്യണേ. അള്ളാഹു കാക്കുമാറാകട്ടെ. നിനക്കും വീടിയെടുക്കേണ്ടി വന്നാലോ, നിന്റെ മക്കൾക്കും അങ്ങനെ യാചിക്കേണ്ടി വന്നാലോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിക്കുന്ന സമയത്ത് എനിക്ക് സദക്ക കൊടുക്കാൻ വേണ്ടി സമയം വേണമെന്ന് ചോദിക്കാൻ വയ്യ. ഇപ്പൊ തന്നെ ഉള്ളതിൽ പങ്കു കൊടുക്ക്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇനി ബക്കറ്റ് എടുത്തു, അൽഹംദുലില്ലാഹ്, സമാധാനത്തോടെ. ഇവിടുന്ന് തുടങ്ങിക്കോ, ഇവിടുന്ന് തന്നെ തുടങ്ങിക്കോ. അൽഹംദുലില്ലാഹ്. നീ തന്നെ ഒരു പൈസ എടുത്ത എനിക്ക് ജുനൈദ് ആരപ്പ? പ്രസിഡന്റ് ആരാ? ഇവിടുത്തെ പ്രസിഡന്റ് ആരാ? ഇവിടുത്തെ പ്രസിഡന്റ് ആരാ? പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നാ. നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ടിരിക്കും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അൻവറാണോ പോന്നേ? നീ ഇത്രയും VIP ആയിട്ട് നീ എന്റെ ബക്കറ്റ് പോലും എടുക്കുക? ബക്കറ്റ് പോലും ഇല്ലേപ്പോ പടച്ചവനെ. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവര്, സംഘാടകരാരും ഇല്ലേ? എല്ലാം പോയാ? മക്കളെ വന്നിട്ട് ഈ ബക്കറ്റ് എടുത്തൊരു പിരിവെടുക്ക്. അൽഹംദുലില്ലാഹ്. അല്ല, ബക്കറ്റ് എടുത്ത് പിരിവെടുത്ത് സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആരും തിരിച്ചെടുക്കരുത്. ബക്കറ്റിന്റെ അകത്ത് 100 രൂപയുടെ നോട്ടിട്ടിട്ട് 90 നിനക്കും 10 അല്ലാഹിക്കും. ആ പരിപാടിയില്ല. ഇടുന്നതിട്ടോ. അൽഹംദുലില്ലാഹ്. അൻവറെ, നിനക്ക് സ്വർഗത്തിൽ പോകാൻ ഇതേ ഉള്ളൂ. നീ ധൈര്യമായിട്ട് പിരിവെടുത്തോ. സാധാരണ ആൾക്കാരൊക്കെ വലിയ മോലാളിമാരെ പോലെ കയറിയിരിക്കുന്ന നീ ഇങ്ങനെയൊക്കെ നടന്നോ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടുത്തെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ആരാപ്പാ? നിങ്ങളാ? അൽഹംദുലില്ലാഹ്. സെക്രട്ടറി ഒന്നും ഇല്ലേ? ശരി, ഇൻഷാ അല്ലാഹ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഇതൊക്കെ ഇനി കെട്ടി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ആളും പേരൊക്കെ ആയിരിക്കും. അൽഹംദുലില്ലാഹ്. മദ്രസയും ബിൽഡിങ്ങുകളൊക്കെ നല്ല കാഞ്ഞങ്ങാടുള്ള എങ്ങാതിയല്ലേ ഇപ്പൊ? മന്തിക്കടയൊക്കെ ഉണ്ട് എപ്പോഴും. നിങ്ങൾ കിഡ്നിയൊക്കെ മാറ്റിവെച്ച മനുഷ്യനല്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാ. പണ്ട് ഞാൻ പോയി മന്തി തിന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കടയിൽ, കാഞ്ഞങ്ങാടുള്ളതാ. അൽഹംദുലില്ലാഹ്. ഇത്രയും വലിയ ബിൽഡിങ്ങുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി അധികാരത്തിന് വേണ്ടിയുള്ള അടിയായിരിക്കും. പടച്ചോനെ, പള്ളിയൊക്കെ വലിയതായി കഴിഞ്ഞാൽ, പള്ളിയും മദ്രസയും വരുമാനം വന്നു കഴിഞ്ഞാൽ, ഇവിടെ അങ്ങനെ ഇലക്ഷനാണോ ഖത്തീബ്? ഇലക്ഷനാണോ പള്ളിയിൽ? ഞാനതല്ല, പള്ളിയിൽ കമ്മിറ്റിക്ക് വേണ്ടി ഇലക്ഷനാണ്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ഇതെന്താ ഇടയ്ക്കിടയ്ക്ക്? ചിലരുടെ ശരിയാകും, ചിലരുടെ ശരിയാകത്തില്ല. പണ്ടൊരു പയ്യൻ പറഞ്ഞ പോലെ അല്ലേ? അല്ലാഹു അഅലം. ഞാൻ പറയുന്നത്, എനിക്ക് ഞാനിങ്ങനെ ഒരിക്കൽ വയത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഒരു പള്ളിയുടെ മുമ്പിൽ 3 ഫ്ലക്സ് ഇരിക്കുന്നു. 32 പേര്, ഒരു പാനൽ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ല, പള്ളിയുടെ തെരഞ്ഞെടുപ്പ്. അല്ലാഹു കാക്കുമാറാകട്ടെ. എത്ര പേര്? 32 പേര്. പടച്ചവനെ, പഞ്ചായത്തിൽ പോലും ഇത്ര ആളില്ല. അള്ളാഹുവിന്റെ പള്ളി പരിപാലനമൊക്കെ മാറി ഇന്ന് ഭരണവാ. പള്ളിയുടെ ഒക്കെ ഭരണവാ. അള്ളാഹു ഇവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. പറയടോ ആമീൻ. ഞാൻ പറയുന്നത്, ഒരിക്കലും പള്ളിയുടെ പ്രസിഡന്റ് ആകാനോ സെക്രട്ടറി ആകാനോ നിങ്ങൾ ആരും ആഗ്രഹിക്കരുത്.
ഞാൻ പറയുന്ന ഒരിക്കലും മത്സരിക്കാനൊന്നും നിൽക്കരുത്. ആരോ എടുത്തോട്ടെ, ആരോ പ്രസിഡന്റോ സെക്രട്ടറിയോ, എന്തായാലും ശമ്പളമൊന്നും ഇല്ലല്ലോ. ജമാഅത്തിന്റെ പ്രസിഡന്റിന് ശമ്പളം ഉണ്ടോ? ഇല്ല. എന്തിനാ വേറെ പണി? ആർക്കാ വേണ്ടേ? നിങ്ങൾക്കറിയോ? പണ്ട് ഞാൻ ഒരൊറ്റ ഉദാഹരണം ചോദിക്കട്ടെ. പണ്ട് നാട്ടുകാരെല്ലാവരും കൂടെ ഒരു വീട്ടിൽ പോയിട്ട് പറയും, ഹാജിയാരെ നിങ്ങൾ പള്ളിയുടെ പ്രസിഡന്റ് ആകണം. എനിക്ക് പറ്റൂല മോനെ, ആരെങ്കിലും അയക്കോ? പണ്ട് വീട്ടിൽ പോയിട്ട് പറയും, നിങ്ങൾ ജമാഅത്തിന്റെ പ്രസിഡന്റ് ആകണം, സെക്രട്ടറി ആകണം. എനിക്ക് വയ്യ. ഇന്ന് 500ന്റെ നോട്ട് കൊടുത്തിട്ട് പറയും, പൊതുയോഗത്തിൽ എന്റെ പേര് പറയുമ്പോ കൈ വെക്കണോന്ന്. അള്ളാഹു കാക്കുമാറാകട്ടെ. അങ്ങനെ എന്റെ പേര് പറയുമ്പോ നീ ഉണ്ടാകണം. അവസ്ഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ പേടിയാണോ സഹോദര? പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് വെള്ളിയാഴ്ച പള്ളിയിൽ വരുമ്പോ പ്രായമുള്ളവർ ചെരുപ്പിടാറില്ല. പണ്ടത്തെ വാപ്പമാര് പള്ളിയിൽ വരുമ്പോ ചെരുപ്പിടാറില്ല. ഗേറ്റിന് അവിടെ വെച്ച് കയ്യിൽ പിടിക്കും. നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ ചെരുപ്പിങ്ങനെ ഗേറ്റിൽ തട്ടും. എന്തിനാന്നറിയോ? പള്ളിയിലെ മണ്ണ് ചെരുപ്പിനടിയിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് റോഡിൽ കൊണ്ടിട്ട് അള്ളാനോട് കണക്ക് പറഞ്ഞെന്ന് പേടിച്ചിട്ട്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇന്ന് പള്ളിയുടെ ബാത്റൂമിന്റെ മുമ്പിൽ കിടക്കുന്ന ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കുക, അടിച്ചോണ്ട് പോകാതിരിക്കാൻ. പള്ളിയിലെ ബാത്റൂമിന്റെ മുമ്പിൽ കിടക്കുന്ന ചെരുപ്പ് കണ്ടിട്ടുണ്ടോ? ഇങ്ങോട്ട് നോക്ക് ചങ്ങായിമാരെ, കണ്ടിട്ടുണ്ടാ? നിങ്ങൾ കണ്ടിട്ടുണ്ടാ? എന്തിനാ അതിന്റെ മൂക്ക് വെട്ടണേ? അവനവന്റെ ചെരുപ്പ് കണ്ട അറിയില്ല. കപ്പ് പിന്നെ കയറ് ചങ്ങലേ കെട്ടിയിട്ടേക്കുവാ. അല്ലാഹു അഅലം. പടച്ചോൻ കാക്കുമാറാകട്ടെ. ജമാഅത്തിന്റെ പ്രസിഡന്റ് ഇദ്ദേഹമാണെന്ന് അറിഞ്ഞത് കൊണ്ടൊരു കാര്യം പറയാം. പേടിയൊന്നും വേണ്ട, ഞാൻ പറയാം. പാവപ്പെട്ടവനാണെങ്കിലും പറയണ്ട ഉസ്താദ്. എനിക്ക് അദ്ദേഹത്തിനുള്ള സ്നേഹം ആണെന്ന് പറഞ്ഞത് കൊണ്ടട്ടോ, എനിക്ക് വേറെ ആരെയും അറിയില്ല. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുകയാ, ഖലീഫയായിരിക്കുക. ഉമർ തങ്ങൾ ഖലീഫയായിരിക്കുമ്പോ ഒരു കുടുംബക്കാരൻ കാണാൻ വന്നു. ഒരു കുടുംബക്കാരൻ കേറി വന്നു, ഓഫീസ് റൂമിനകത്ത് കേറി വന്നു. വൈകുന്നേര സമയത്താണ് കേറി വന്നത്. ഈ മനുഷ്യൻ ഇറങ്ങി പോണില്ല. കുറെ നേരമായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കത്തിച്ചു വെച്ചിരുന്ന വിളക്കങ്ങ് അണച്ചു കളഞ്ഞു. ഇരുട്ടത്തായി. ഈ മനുഷ്യൻ ദേഷ്യപ്പെടാൻ തുടങ്ങി. എന്തിനാ വിളക്കണച്ചേ? നീ എന്നെ കളിയാക്കുന്ന ഉമറെ, നീ എന്നെ പരിഹസിക്കുന്ന ഉമറെ, എന്തിനാ വിളക്കണച്ചത്? ഉമർ തങ്ങളുടെ നേരെ കടന്നിട്ട് ചാടുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഹബീബേ, ഈ വിളക്കിനകത്ത് ഒഴിച്ചിരിക്കുന്ന എണ്ണ ഉമറിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, ബൈത്തുൽ മാലിലെ പൈസ കൊടുത്ത് വാങ്ങിച്ച എണ്ണയാ. നീ കുടുംബകാര്യം പറയുമ്പോ ഈ വിളക്ക് കത്തിച്ചു വെച്ചാ ഞാൻ അള്ളാനോട് കണക്ക് പറയേണ്ടി വരും. പേടിച്ചട്ട. എന്റെ ജമാഅത്തിന്റെ പ്രസിഡന്റ് കമ്മിറ്റി ഓഫീസിൽ ഇരിക്കുക, സെക്രട്ടറി കമ്മിറ്റി ഓഫീസിൽ ഇരിക്കുക, പള്ളിയിലെ ഇരിക്കുമ്പോ ഫാനൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഒരു ചങ്ങാതി കയറി വന്നു, ഒരു കുടുംബക്കാരൻ കയറി വന്നു. എന്തോ പറയാൻ വന്നതാ, പറഞ്ഞിട്ട് പോണില്ല. ഓൻ അവിടെ ഇരുന്ന് കുടുംബകാര്യവും മറ്റുള്ള കാര്യവും നാട്ടുകാര്യവും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഇരിക്കണ സമയത്ത് ആ ഇട്ടിരിക്കുന്ന ഫാൻ ഓഫാക്കണോന്നാ ഞാൻ ഈ പറഞ്ഞതിനർത്ഥം. അള്ളാഹു കാക്കുമാറാകട്ടെ. ഓഫാക്കോ? ആരോഫാക്ക? ഇതാണോ പള്ളി? അതുകൊണ്ടാ പണ്ടുള്ളവര് പറഞ്ഞത് എനിക്ക് വേണ്ട. പേടി പരിപാലനമായി മാറട്ടെ. അൽഹംദുലില്ലാ ട്ടോ. അങ്ങനല്ലേ? പള്ളി പരിപാലനമായി മാറട്ടെ. ഞാൻ പറയുന്നു, വല്ലാഹി സത്യം, ഇവരെ കുറിച്ച് പറയണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടല്ല, എനിക്കറിയില്ല. ഞാൻ സ്വാഭാവികമായി, എനിക്ക് ഇദ്ദേഹത്തെ മുമ്പരിചയം ഒന്നുമില്ല, എങ്കിലും പണ്ടോ പറഞ്ഞപ്പോ കയറി വന്നു. അതുകൊണ്ട്, കാരണം ഇത്രയൊക്കെ വലിയ ആയില്ല, ഇനിയിപ്പോ ആള് കൂടും. പള്ളിക്ക് വരുമാനമോ മറ്റുള്ളതൊക്കെ ആയി കഴിയുമ്പോ ചിലർക്കൊക്കെ തോന്നും ആ കസേരയിലൊന്ന് കയറിയിരിക്കാൻ. വേണ്ടടാ മക്കളെ, അള്ളാഹു തന്ന ഇസ്സത്ത് അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് സദക്ക കൊടുത്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അല്ലാഹ് തരുന്ന നേട്ടം എന്തെന്നറിയോ? സദക്ക കൊടുക്കുന്ന ഒരു മനുഷ്യന് കൊടുക്കാൻ മടിയ, എല്ലാത്തിനും കൊടുക്കാൻ എല്ലാവർക്കും മടി. എന്തേ? കുറഞ്ഞു പോകുന്നു. എന്തുകൊണ്ടാ നീ കൊടുക്കാത്തെ? പൈസ ഇല്ലാഞ്ഞിട്ടാണോ? എടാ, പിരിവിന് പോകുമ്പോ എല്ലാരും പറയണ ഒരു കാര്യം, ഞാനൊക്കെ ഇപ്പൊ പിരിച്ചൊരു പരുവായിരിക്കുക. പിരിച്ച് ഇപ്പൊ അവസാനം പെരുവഴിയിലാവുന്ന ഒരവസ്ഥയിൽ നമ്മളൊക്കെ. എവിടെ പോയാലും എല്ലാരും ഉണ്ടെന്ന് പറയുന്നില്ല, ഇല്ല എന്നാ പറയണേ. പ്രശ്നവാ, ബുദ്ധിമുട്ടാ, പ്രയാസവാ, ഇതെന്നെ പറയണുള്ളൂ. അൽഹംദുലില്ലാ അല്ലാഹ് തന്നത് ഇന്ന അവസ്ഥ എന്ന് പറയണില്ല.
എന്റെ പള്ളിക്കാരൊക്കെ എന്റെ പിരിവിന് വിളിക്കുമ്പോൾ ഞാൻ പറയും, ഇത്തിരി പൈസ എന്റെ കയ്യിൽ തായെങ്കിൽ ഞാൻ വരാം. എന്തിനാ? വലിയ കൊട്ടാരത്തിൽ പോകുമ്പോൾ ഓന്റെ സങ്കടം കേൾക്കുമ്പോൾ അങ്ങോട്ട് കൊടുക്കാൻ. വലിയ കൊട്ടാരത്തിൽ പോകുമ്പോഴും ഓന് സങ്കടമാ പറയുന്നത്, അങ്ങോട്ട് കൊടുക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു പറയുകയാ, നിങ്ങൾ സദക്ക കൊടുത്ത അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഒരു കാലത്തും നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സദക്ക കൊടുക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകില്ല. കൊടുത്താൽ ഒരിക്കലും തീരില്ല പെങ്ങളെ, കൊടുത്താൽ ഒരിക്കലും തീർന്നു പോകില്ല. അങ്ങനെ തീർന്നു പോകുമായിരുന്നെങ്കിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പൊന്നുമകനായ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് സംസം വെള്ളം അവിടെ നിന്ന് പൊട്ടിയത്. പടച്ചവനെ, ഒരുപാട് പേര് കുടിച്ചല്ലോ, നാടുകളിലേക്ക് കൊണ്ടുപോയല്ലോ, ഒരുപാട് പേര് കുളിക്കുന്നല്ലോ, ലക്ഷക്കണക്കിന് കോടി ജനങ്ങള്. പടച്ചവനെ, ഞാനിത് പറയുമ്പോഴും സംസം വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്തേ തീരാത്തത്? എന്തേ തീരാത്തത്? കൊടുക്കുന്നതിനനുസരിച്ച് അല്ലാഹു വാരി വാരി കൊടുക്കുകയാ. കൊടുക്കുന്നതിനനുസരിച്ച് വർധനമല്ലാതെ ഒരിക്കലും കുറയൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, സദഖ കൊടുക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? ദുർമരണങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മോശമായ മരണമുണ്ടല്ലോ, ഈമാനില്ലാത്ത മരണമുണ്ടല്ലോ, സദഖ കൊടുക്കുന്നവൻ ഒരിക്കലും വരില്ലല്ലോ. സദഖ കൊടുക്കുന്നവൻ ഒരിക്കലും അല്ലാഹു ദുർമരണം കൊടുക്കൂല. അങ്ങനെ കൊടുത്താൽ നബി തങ്ങൾ പറഞ്ഞ ഹദീസ് കള്ളമാകുമല്ലോ. അസ്സദഖത്തു റദ്ദുൽ ബലായാ, അസ്സദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ദുർമരണം അല്ലാഹു കൊടുക്കൂല, പെട്ടെന്നുള്ള മരണം കൊടുക്കൂല, ഈമാനില്ലാത്ത മരണം കൊടുക്കൂല. സദഖ കൊടുക്കുന്നവൻ അല്ലാഹു മോശമായ മരണം കൊടുക്കൂല. പെങ്ങളെ, രണ്ടാമത്തെ പ്രതിഫലമാ. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? സദഖ കൊടുക്കുന്ന മനുഷ്യര് അല്ലാഹു നല്ല ജീവിതം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. അല്ലാഹു നല്ല ജീവിതം കൊടുക്കുമല്ലോ. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ, ഞാൻ വിവാഹത്തിന് പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയാ, ദുആ ചെയ്യാൻ. അല്ലാഹു അവനെ നല്ല സ്വാലിഹത്തായ ഇണയെ അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് എല്ലാരും നാട്ടുകാരുടെ മുമ്പിൽ ജുബ്ബയൊക്കെ ധരിച്ച് ഉടുപ്പൊക്കെ ധരിച്ച് വലിയ മഹാന്മാരെ പോലെ നടക്കുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ നിങ്ങൾ ചിന്തിക്ക്, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സമാധാനമുണ്ടോ? നാട്ടുകാരുടെ മുമ്പിൽ വലിയ വിലയുണ്ട്, പക്ഷെ ഭാര്യയുടെ മുമ്പിൽ വല്ല വിലയുണ്ടോ? അല്ലാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ. എടാ, ഭാര്യമാര് നന്നാകണോ? എന്റെ ചെറുപ്പക്കാരോട് ചോദിക്കുന്നു, മക്കളെ, സദഖ കൊടുത്താൽ അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം, നിനക്ക് സാലിഹത്തായ ഒരു ഇണയെ അല്ലാഹു തരും. നിനക്ക് സാലിഹത്തായ അല്ലാഹനെ പേടിയുള്ള ഒരു പെണ്ണിനെ നിനക്ക് ഭാര്യയായിട്ട് തരും. പെങ്ങളെ, നിനക്കൊരു അല്ലാഹുവിനെ ഭർത്താവായിട്ട് എത്ര എണ്ണത്തിനും കിട്ടും, പക്ഷെ അല്ലാഹനെ പേടിയുള്ള ഒരുത്തിനെ കിട്ടത്തുള്ളൂ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു ഭർത്താവ്. പെണ്ണുങ്ങളെ നോക്കിക്കേ, പർദയുണ്ട്, ഹിജാബുണ്ട്, കാറുണ്ട്, വീടുണ്ട്, സ്വർണമുണ്ട്, തിന്നാനുണ്ട്, കുടിക്കാനുണ്ട്, ധരിക്കാനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ കെട്ടിയ ഭർത്താവ് നേരെയാണോ പെങ്ങളെ? നിന്റെ ഭർത്താവ് നേരെയാണോ? അതില്ല. ഉസ്താദെ, ഒന്ന് നന്നാകണം. ഞാൻ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ഭർത്താവ് നന്നാകണോ? വാപ്പ, നിന്റെ ഭാര്യ നന്നാകണോ? ചെറുപ്പക്കാര, നല്ല ഒരു സ്വാലിഹത്തായ പെണ്ണിനെ വേണോ? പെണ്ണെ, ഒരു സ്വാലിഹായ ഭർത്താവിനെ വേണോ? മക്കളെ, നല്ല ജോലി വേണോ? പ്രവാസികളൊക്കെ പഠിക്കണം, ജോലിക്ക് പോകുന്നവർ പഠിക്കണം. നിങ്ങൾക്കൊരു നല്ല ജോലി വേണോ? അല്ലാഹു പറയുകയാ, നിങ്ങൾ സദഖ കൊടുത്താൽ ഞാൻ തരാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉസ്താദ് പൈസ കിട്ടാൻ വെറുതെ പറഞ്ഞതല്ല, തെളിവ് പറഞ്ഞു തരാം. ഞാൻ നിങ്ങൾക്ക് തെളിവ് പറഞ്ഞു തരാം. നിർത്താറായോപ്പാ? നിർത്താറായോ? 11:20 നീ ഉണ്ട് 10 മിനിറ്റ്. ഇൻഷാ അല്ലാഹ്, സമയം തെറ്റത്തില്ല.
അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു ചരിത്രം കേൾക്കാൻ സമയമുണ്ടോ? അൻവർ എവിടെ പോന്നു? ഈ ഇവിടെ ഇങ്ങനെ ഇരിക്കടോ ഞങ്ങൾ. ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ? വേണോ വേണ്ടേ? ഒരു ചരിത്രം പറയാ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. കൊച്ചാപ്പ മൂസായുടെ പേരല്ല ഞാൻ പറഞ്ഞ, ഒരു നബിയുടെ പേരാ പറഞ്ഞ്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം പ്രവാചകന്മാരിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രവാചകനാണ്. വല്ലാത്ത ആരോഗ്യവാ മൂസാ നബിക്ക്. ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോ ഇപ്പൊ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഒരു മനുഷ്യനെ ഒറ്റയടി കൊടുത്തു. ഓൻ മരിച്ചുപോയി, ഒരു മീണ മരിച്ചുപോയി. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, മൂസാ നീയാണ് കൊന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞു, ഫിർഔനിന്റെ ആൾക്കാർ വരുന്നുണ്ട്, രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാം. മൂസാ നബി അലൈഹിസ്സലാം ഇട്ടിരുന്ന വസ്ത്രത്തോടുകൂടി മദിയൻ എന്ന് പറയുന്ന നാട്ടിലേക്ക് നാട് കടന്നു. മദിയൻ എന്ന് പറയുന്ന രാജ്യത്തേക്ക് മൂസാ നബി അലൈഹിസ്സലാം നാട് വിട്ടു. മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ നാട് വിട്ടു ദിവസങ്ങളോളം സഞ്ചരിച്ചു. മൂസാ നബി ഇങ്ങനെ ചെന്നു നോക്കുമ്പോ കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ ഇടകലർന്നുകൊണ്ട് വെള്ളം കോരുകയാ. 2 പെൺകുട്ടികൾ മാത്രം മാറി നിൽക്കുന്നു. അപ്പൊ മൂസാ നബിക്ക് ഇത് കണ്ടപ്പോ ഒരു അത്ഭുതം. മൂസാ നബി അലൈഹിസ്സലാം ഈ 2 പെൺകുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ എന്തേ വെള്ളം കോരാൻ പോകുന്നില്ലേ? ആ പെൺകുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ആണുങ്ങളുടെ ഇടയിൽ കയറാൻ ഞങ്ങൾക്ക് ലജ്ജയാ. അല്ലാഹു അലം, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്താ പറഞ്ഞേ? എന്നത്തെ കാര്യം പറയണേ? മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച പെണ്ണുങ്ങൾ പറയുകയാ, ആണുങ്ങളുടെ ഇടയിൽ കയറാൻ ഞങ്ങൾക്ക് ലജ്ജയാ. അല്ലാഹുവേ, സുബ്ഹാനല്ലാഹ്. ബേക്കലിൽ ഫെസ്റ്റിവല് നടന്നപ്പോ പോകണമായിരുന്നു, കാണണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലേ? ഇവിടെയുള്ള ചങ്ങായിമാരുണ്ടായിരുന്നല്ലോ ഇപ്പ ബേക്കലുകാര്. ഇന്നലെ ഞാൻ വയല് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ, ഇന്നലെ കാസർഗോഡ്, ഇന്നലെ വെളിയങ്കോട് വയല് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ബേക്കലിലുള്ള 2-3 ചങ്ങാതിമാര് വന്നു. നമ്മുടെ പേരെന്തോ നൈഫ് അജീറൊക്കെ ഉസ്താദേ എന്ന് പറഞ്ഞു. മാര് ഇന്നലെ വണ്ടി വരുമ്പോ ഇങ്ങനെ ഇതിന്റെ കാര്യമൊക്കെ പറയുമായിരുന്നു. അതിലെ ഒരു ചങ്ങാതിയുടെ ഭാര്യയുടെ വീട് ഇവിടെ വന്നിട്ടുണ്ടാവും. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. രാത്രി 2 മണിക്കൊക്കെ നടക്ക പെണ്ണുങ്ങള്. എവിടെ? വയല് കേൾക്കാൻ പോയിട്ട് വരുമല്ല, എല്ലാം കഴിഞ്ഞിട്ട് നടക്ക. എടാ, ആ പെണ്ണുങ്ങൾ പറയുകയാ, ഞങ്ങൾക്ക് ലജ്ജയാ. അല്ലാഹുവേ, ആണുങ്ങളുടെ ഇടയിലേക്ക് പോകാൻ ഞങ്ങൾക്ക് ലജ്ജയാ, അതുകൊണ്ട് മാറി നിൽക്കുകയാ. മൂസാ നബി ചോദിച്ചു, വീട്ടിൽ ആണുങ്ങളൊന്നും ഇല്ലേ? ഇല്ല, ഞങ്ങൾക്ക് പ്രായം ചെന്ന ഒരു വാപ്പയേ ഉള്ളൂ. ഞങ്ങൾക്ക് പ്രായം ചെന്ന ഒരു വാപ്പയേ ഉള്ളൂ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, എന്നാ ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ. ഈ ബിൽഡിംഗ് കെട്ടാൻ പൈസ കൊടുത്തവരൊക്കെ കേട്ടോ? അൽഹംദുലില്ലാഹ്, അതിനുവേണ്ടി പരിശ്രമിച്ചവരൊക്കെ കേട്ടോ? മൂസാ നബി പറയുകയാ, ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ. ഓക്കെ, മൂസാ നബി അവരെ സഹായിച്ചു, വെള്ളം കോരി കൊടുത്തു. അവർക്ക് വെള്ളം കോരാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. 2 പെൺകുട്ടികളും അൽഹംദുലില്ലാഹ് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. മൂസാ നബി അലൈഹിസ്സലാം നാട് വിട്ടു വന്നത് ആരെയും അറിയില്ല. ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നിട്ട് അല്ലാഹുവോട് ചെയ്തു, പടച്ചോനെ, നാടും വീടും വിട്ടുവന്നത് ആരെയും അറിയില്ല. എനിക്ക് നീയല്ലാതെ ആരുമില്ല, പടച്ചോനെ, നീ എന്നെ കൈവിടല്ലേ അല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ദുആ ചെയ്യുകയാ. അങ്ങനെ മൂസാ നബി അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ്. ക്ഷീണം കാരണം അവിടെ ഇരുന്ന് ഉറങ്ങുമ്പോ ആ 2 പെൺകുട്ടികൾ വന്ന് വിളിക്കുന്നു, ഏ ചെറുപ്പക്കാരാ, ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു, ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു, ഞങ്ങളെ സഹായിച്ചതിന്റെ പ്രതിഫലം തരാറ്. മൂസാ നബിയെ വിളിക്കുകയാണ്. പെൺകുട്ടികൾ പറഞ്ഞു, നിങ്ങൾ മുമ്പിൽ നടക്ക്, ഞങ്ങളെ പുറകിൽ നിന്ന് വഴി പറഞ്ഞു തരാ. പെൺകുട്ടികൾ പറഞ്ഞു, നിങ്ങൾ മുമ്പിൽ നടക്ക്, ഞങ്ങൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു തരാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് മുമ്പിൽ നിന്നല്ലേ വഴി പറഞ്ഞു കൊടുക്കണ്ടേ? പണ്ട് സുള്ളിയത്തോ മംഗലാപുരത്തോ എവിടോ വയലിന് പോയപ്പോ 2 ചെറുപ്പക്കാര് വഴി കാണിക്കാൻ വന്നായിരുന്നു സ്കൂട്ടിയായിട്ട്. പിന്നെ അവന്മാരെ തിരഞ്ഞ് ഞാൻ പോണ്ട വന്നു. അതവസ്ഥ. അവരെങ്ങനെ കണ്ടില്ല, അവരങ്ങ് പോയി. ഞാൻ പറഞ്ഞു വന്നത്, ഈ പെൺകുട്ടികൾ പറഞ്ഞു, നിങ്ങൾ മൂസാ നബി മുമ്പിൽ നടന്നു, പെൺകുട്ടികൾ പുറകിൽ നടന്നു. അങ്ങനെ നടന്ന് 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 ആ പെൺകുട്ടികളുടെ വീടിന്റെ മുറ്റത്ത് ചെന്നു. ആ മക്കൾ ആരുടെ, ആ കുട്ടികളുടെ ഉപ്പ ആരായിരുന്നെന്നറിയോ? ആ ലജ്ജയുള്ള മക്കളുടെ വാപ്പ ആരായിരുന്നെന്നറിയോ? മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം, ഒരു പ്രവാചകനാ. ശുഐബ് നബിയുടെ മക്കളായിരുന്നു അവർ.
ശുഐബ് നബിയോട് മൂസാ നബി നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് ശുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ മൂത്ത മകളെ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരാം. ചരിത്രം ഉസ്താദിനോട് ചോദിച്ചാൽ ഖുർആൻ പറഞ്ഞ ചരിത്രമാ. മൂസാ നബിയോട് പറഞ്ഞു, എന്റെ മൂത്ത മകളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം. 10-11 വർഷം മൂസാ നബിക്ക് ജോലിയും കിട്ടി. എന്ത് ചെയ്തപ്പോ? 2 പെൺകുട്ടികൾക്ക് വെള്ളം കോരാൻ സഹായിച്ചപ്പോ ഒരു സ്വാലിഹത്തായ ഭാര്യയെ കിട്ടി. 11 കൊല്ലം ജോലിയും കിട്ടി. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ചരിത്രം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇത് കിട്ടാൻ കൊടുത്താലോ? മദ്രസ കെട്ടാൻ കൊടുത്താലോ? പള്ളിക്ക് കൊടുത്താലോ? അൽഹംദുലില്ലാ, ഇതാണ് പ്രതിഫലം. സദക്ക കൊടുക്കുന്നവൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം. നിന്റെ ജീവിതം അള്ളാഹു നന്നാക്കി തരും. സന്തോഷമുള്ള ജീവിതം, നല്ല ജോലി. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, അള്ളാഹുവേ, ഈ സ്ഥായി കാണുന്ന മദ്രസയ്ക്ക് വേണ്ടി ഒരുപാട് സഹായം ചെയ്തവരുണ്ടല്ലോ. പ്രവാസ ലോകത്ത് കിടന്ന് തന്റെ കുടുംബത്തെ ഒന്ന് പോറ്റുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്നതിന്റെ ഇടയില് നാടിനെ മറന്നു പോകാത്ത ഒരുപാട് പ്രവാസികളായ സഹോദരങ്ങള്, പടച്ചവനെ, അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമാണ്. ഒരിക്കലും അള്ളാഹു നിങ്ങൾക്ക് ദാരിദ്ര്യം തരില്ല. 2 ദുർമരണം അല്ലാഹു തരൂല. 3 അല്ലാഹു നിങ്ങൾക്ക് നല്ല ജോലി തരികയാ, നല്ല ഇണകളെ തരികയാ, നല്ല ജീവിതം തരികയാ. അല്ലാഹു നിങ്ങൾക്ക് സന്തോഷമുള്ള ജീവിതം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, വഅലിന്റെ സദസ്സിൽ വന്നിട്ട് ഉസ്താദന്മാര് ചോദിക്കുമ്പോ, സ്വർണ്ണം ഊരിക്കൊടുക്കുന്ന പെങ്ങളെ, പലരും ചോദിക്കും, എന്തിനാ നിനക്ക് ബോധമില്ല, നിനക്ക് വട്ടാണോ എന്ന് ചോദിക്കുന്നവരുണ്ടല്ലോ. പെങ്ങളെ, അല്ലാഹു തരുന്ന 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ശരീരത്ത് കിടന്ന സ്വർണ്ണാഭരണങ്ങൾ ഊരിക്കൊടുത്ത ഉമ്മമാരോട്, സഹോദരിമാരോട് അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? സദക്ക കൊടുത്താ അല്ലാഹു അവരുടെ ആയുസ് നീട്ടിക്കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സദക്ക കൊടുക്കുന്നവർക്ക് അല്ലാഹു ആയുസ് നീട്ടിക്കൊടുക്കും, അവർക്ക് ദീർഘായുസ് കൊടുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഉറക്കെ പറഞ്ഞ നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആയുസ് വർദ്ധിക്കുകയാ. അല്ലാഹു അവരുടെ ആയുസ് അവിടുന്ന് വർദ്ധിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ ചരിത്രം പറഞ്ഞു തരാം. മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു വരികയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് നാളെ യാത്ര പറയാ വരും നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാതെ സ്നേഹിക്കുന്ന, നബി തങ്ങളും വല്ലാതെ സ്നേഹിക്കുന്ന സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ. ആ സ്വഹാബി നാളെ വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാ, നാളെ അങ്ങയോട് യാത്ര പറയാൻ വരുമ്പോ നല്ലതുപോലെ യാത്രയാക്കണേ നബിയേ. ഇനി തിരിച്ചു വരില്ല നബിയേ, ഇനി തിരിച്ചു വരില്ല നബിയേ. ഇത് അവസാന യാത്രയാണ് യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, ഇത് അവസാനത്തെ യാത്രയാ, ഇനി തിരിച്ചു വരൂല, ഇനി തിരിച്ചു വരൂല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്ന് യാത്ര പറയുകയാണ്. നബി തങ്ങളുടെ കൂടെ പോവുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ കൂടെ നബി തങ്ങൾ നടന്നു പോവുകയാ. വാഹനത്തിന്റെ അടുത്തെത്തി. അല്ലാഹുവിന്റെ റസൂൽ പിരിയാ സമയമാകുമ്പോ അവിടുന്ന് കെട്ടിപ്പിടിക്കുകയാ.
അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനെ പെട്ടെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. പടച്ചവനെ അത്ഭുതമായി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഇന്നെന്ത് പറ്റി നബിയേ, ഇന്നെന്ത് പറ്റി നബിയേ, വല്ലാത്ത ഒരു പ്രത്യേകതയുള്ളതുപോലെ എന്താണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനെ പെട്ടെന്ന് ഒന്നും മിണ്ടിയില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ യാത്ര തുടങ്ങുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, അവസാന യാത്ര പറയുന്നത് പോലെ പറയുന്നല്ലോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ പെട്ടെന്ന് ഒന്നും മിണ്ടിയില്ല. ദിവസങ്ങൾ കഴിയുകയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോൾ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ജീവനോടെ തിരിച്ചു വരികയാ. ജിബ്രീൽ മരിക്കുമെന്ന് പറഞ്ഞ സ്വഹാബി, ജിബ്രീൽ മരിക്കുമെന്ന് പറഞ്ഞ സ്വഹാബി, തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ സ്വഹാബി അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ജീവനോടെ തിരിച്ചു വന്ന് സലാം പറയുകയാ. നബി തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി, അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത സന്തോഷമായി. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീലേ, എന്ത് പറ്റി ജിബ്രീൽ, എന്ത് പറ്റി ജിബ്രീൽ? യാ റസൂലല്ലാഹ്, അല്ലാഹുവേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളും അവിടുത്തെ അനുയായികളും പടച്ചവനെ യാത്ര പോകുമ്പോ അതാവര് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ എല്ലാവർക്കും വല്ലാത്ത ക്ഷീണം വരികയാണ്, എല്ലാവർക്കും വല്ലാത്ത പ്രയാസം വരികയാണ്. എല്ലാവരും പറഞ്ഞു, തങ്ങളെ അല്പനേരം നമുക്ക് റെസ്റ്റ് എടുക്കാം. അങ്ങനെ ഒരു ചെറിയ കുടില് കാണുകയാണ്. ആ കുടിലിന്റെ ചാരത്ത് എല്ലാവരും അവിടെ നിന്ന് റെസ്റ്റ് എടുക്കാൻ ഇറങ്ങി. ആ സമയത്ത് സ്വഹാബികളതാ കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളുമായി ആ വീടിന്റെ മുറ്റത്ത് ചെന്നിട്ട് ചോദിക്കുന്നു, ഉമ്മാ, ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തോ, ഞങ്ങൾക്ക് അല്പം ഭക്ഷണം വെച്ചു തരുമോ? ഒരു പ്രായമുള്ള ഉമ്മാനെ കാണുമ്പോ ചോദിക്കുകയാണ്. ഉമ്മ വീടിനകത്ത് കയറി ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഭക്ഷണം വെച്ചു തരാ. പടച്ചവനെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളും സ്വഹാബത്തും അവിടെ അവരുടെ റെസ്റ്റെല്ലാം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോ കഴിക്കാൻ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു കൊടുത്തിരിക്കുകയാണ്. ആ സമയത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞു, തങ്ങളെ, ആ ഉമ്മ മാത്രമല്ല, വേറെ ആരോ ആ വീട്ടിലുണ്ട്. ആ ഉമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഇത്രയും ഭക്ഷണം വെക്കാൻ പറ്റൂല, വേറെ ആരോ ഉണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ചോദിക്കുന്നു, ഉമ്മ, നിങ്ങളല്ലാതെ ആരെങ്കിലും ഉണ്ടോ? ഉമ്മ, നിങ്ങളല്ലാതെ ഈ വീടിനകത്ത് ആരെങ്കിലും ഉണ്ടോ? ആ ഉമ്മ പറയുകയാ, എനിക്ക് 2 യതീമായ മക്കളുണ്ട്. പറയുകയാണ്, എനിക്ക് യതീമായ 2 പെൺകുട്ടികളുണ്ട്. വിവാഹപ്രായം കഴിഞ്ഞു. അവരെ വിവാഹം കഴിച്ചു കൊടുക്കുവാനുള്ള സമ്പത്തൊന്നും എന്റെ കയ്യിലില്ല, ഞാൻ പാവപ്പെട്ടവളാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആ ഉമ്മ പറയുകയാ, എന്റെ മക്കളാണ് പറഞ്ഞത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന് ഭക്ഷണം വെച്ചു കൊടുത്താൽ അതിന്റെ ബർക്കത്ത് കൊണ്ടെങ്കിലും അല്ലാഹു ഞങ്ങൾക്കൊരു നല്ല ജീവിതം നൽകിയാലോ. എന്റെ മക്കളായി ഭക്ഷണം വെച്ചത്. യതീമായ 2 പെൺകുട്ടികൾ, വിവാഹപ്രായം കഴിഞ്ഞവർ. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂടെ വന്ന സ്വഹാബത്തിനോട് ചോദിച്ചു, നിങ്ങളിൽ ആരെങ്കിലും ഈ 2 പെൺകുട്ടികളെ വിവാഹം കഴിക്കുമോ? നിങ്ങളിൽ ആരെങ്കിലും ഈ 2 പെൺകുട്ടികളെ വിവാഹം കഴിക്കുമോ? നിങ്ങൾ ചോദിക്കുന്ന സമ്പാദ്യം ഞാൻ തരാം. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരാം. ഈ 2 പെൺകുട്ടികൾ ആരെങ്കിലും ഒന്ന് വിവാഹം കഴിക്കുമോ? 2 സ്വഹാബികൾ തയ്യാറായി ആവശ്യമുള്ളത് മുഴുവനും കൊടുത്തു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു തന്റെ സമ്പത്തിൽ നിന്ന് അവർ ചോദിച്ചത് കൊടുത്ത് ആ 2 യതീമായ പെൺകുട്ടികളുടെ വിവാഹം നടത്തി. അപ്പോഴാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം
ഈ സഹാബിയുടെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് ഇങ്ങനെ ഇറങ്ങി വരിക. ഈ ഇറങ്ങി വരുന്ന സമയത്ത് ഈ യതീമായ 2 പെൺകുട്ടികൾ വീടിനകത്തിരുന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹുവേ, ഞങ്ങൾക്കൊരു ജീവിതം ഉണ്ടാക്കി തന്ന ഈ മനുഷ്യന് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഒരൊറ്റ ദുആ. ഈ 2 യതീമായ മക്കൾ, അവർക്ക് നല്ല ഒരു ജീവിതം കിട്ടിയപ്പോ അല്ലാഹുവേ, ഇതിന് കാരണക്കാരനായ മനുഷ്യന് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം ദുആ ചെയ്തു. ആ സമയത്ത് അല്ലാഹു അസ്രായിലിനെ തിരിച്ചു വിളിച്ചു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നിങ്ങൾ കൊടുത്താൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം, നിങ്ങളുടെ ആയുസ് അല്ലാഹു വർദ്ധിപ്പിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ്, മനോഹരമായ രീതിയിൽ ഈ നാടിന്റെ സ്വപ്നമായ, ഈ നാടിന്റെ ഏറ്റവും വലിയ മോഹമായ ഒരു മദ്രസ, അൽഹംദുലില്ലാഹ്. ഇതിന് മദ്രസ എന്നൊന്നും പറയാൻ പറ്റൂ. അൻവറിങ് എഴുന്നേറ്റ് വന്നിട്ട് അവിടെ ഇരിക്കണം. ഇത് മദ്രസയെന്നൊന്നും പറയാൻ പറ്റൂല. അൽഹംദുലില്ലാഹ്, ഖുർആൻ പഠിക്കാൻ മനസ്സുള്ള ഒരു 10 മക്കളെ ഇൻഷാ അല്ലാഹ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി, ഉസ്താദ് പറ്റുമെങ്കിൽ ഉസ്താദ് അല്ലെങ്കിൽ ഹാഫിളായ ഒരു ഉസ്താദിനെ കൂടെ നിർത്തിയിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇവിടെ നിർത്തി പഠിപ്പിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഉസ്താദിന്റെ പ്രസംഗം കേട്ട് എന്റെ മോൻ കുഞ്ഞായിരിക്കുമ്പോൾ ആഗ്രഹം വെച്ചതാണ് മോൻ ഹാഫിളാകണമെന്ന്. ഇന്ന് എന്റെ പൊന്നുമോൻ ഹാഫിളായി. ഒരു ഉമ്മ എനിക്ക് എഴുതി തന്നതാണോ. പത്തനാപുരത്ത് കിടക്കുന്ന ഈ പാവപ്പെട്ട എനിക്ക് നിന്നോട് സ്നേഹത്തോടെ പറയാൻ കഴിയുന്നത്, നിന്റെ മയ്യത്ത് ഈ പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോ നിസ്കരിക്കാൻ ഒരു ഹാഫിള് വേണ്ടേ? ഒരു ഹാഫിള് വേണ്ടേ? എന്റെ വിലയെന്നറിയോ? അവൻ അള്ളാഹിനോട് കൈനീട്ടി എന്ത് ചോദിച്ചാലും അള്ളാഹു കൊടുക്കും. ബാപ്പ, ഒരു ഹാഫിളായ മകൻ, ഒരു മുതഅല്ലിമായ മകൻ, ആ കുട്ടിയുടെ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബിയിന റസൂലുള്ളാഹി, ഉറക്കെ പറ നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നാടിന്റെ ഐശ്വര്യമാണോ അള്ളാഹുവിന്റെ ഇൽമു പഠിക്കുന്ന മക്കൾ, ഖുർആൻ പഠിക്കുന്ന മക്കൾ. ഇപ്പൊ ഈ ഉമ്മ എഴുതി തന്നു, ഈ ഉമ്മയുടെ മകനെ തൊടണമെങ്കിൽ ഒന്നുകൊടുക്കണം. എന്താ അവന്റെ പുണ്യം? അവനെ തൊടണമെങ്കിൽ ഒന്നുകൊടുക്കണം. അൽഹംദുലില്ലാഹ്, ഇരിക്കുന്ന ഉസ്താദന്മാരൊക്കെ ഇതുപോലെ ഇൽമു പഠിക്കുന്നവർ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അതുകൊണ്ട് ഇവിടെ വരെ വന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയുന്നു, നിങ്ങൾ ചിന്തിക്കണം. അൽഹംദുലില്ലാഹ്, ഒരു 10 വിദ്യാർത്ഥിയെങ്കിലും, ഈ നാട്ടുകാരായ 10 മക്കളെയെങ്കിലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കി ഈ നാടിന്റെ വെളിച്ചമായി, ഈ നാടിന്റെ ഐശ്വര്യമായി, അൽഹംദുലില്ലാഹ്, നിങ്ങളൊരു 10 കുട്ടികളെ തെരഞ്ഞെടുത്ത് ഇവിടെ നിർത്തി പഠിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാ. അല്ലാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ. എന്തെന്നറിയ പ്രതിഫലം? ഒരു ഹാഫിദിന് 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. 40 പേരെ കൊണ്ടുപോകാൻ അവസരമുള്ളപ്പോ നമ്മളിവിടെ കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്ന ഈ ഉസ്താദ്മാർക്കൊക്കെ 10 പേരെ കൊണ്ടുപോകാം. ഹാഫിളീങ്ങൾക്ക് 40 പേരെ കൊണ്ടുപോകാം. അല്ലാഹു തരുന്ന ഒരു അവസരമല്ലേ ബാപ്പാ? നിനക്ക് ആകാൻ പറ്റിയില്ല. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുഹിബ്ബൻ ഔ മുസ്തമിഅൻ ഫലാ തകുൻ ഖാമിസ. ബാപ്പാ, നിനക്ക് ആലിമാകാൻ പറ്റിയില്ല, മുതഅല്ലിമാകാൻ പറ്റിയില്ല, ഹാഫിളാകാൻ പറ്റിയില്ല, ഒരു ഹാഫിളിന്റെ വാപ്പയാകാൻ പറ്റിയില്ല. അപ്പാ, ഒരു ഹാഫിളിന്റെ വളർത്തു മകനാ ഒരു വാപ്പയെങ്കിലും ആകാൻ പറ്റുമല്ലോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ചെറുപ്പക്കാരാ ഞാൻ പറയുന്നത്. 40 പേരെ കൊണ്ടുപോകാം. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ, പടച്ച റബ്ബിന്റെ കോടതിയിൽ നിന്റെ മക്കൾ ഉണ്ടാകില്ല, നിന്റെ ഭാര്യ ഉണ്ടാകില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. ജന്മം നൽകിയ പിതാവിന് വേണ്ട, അന്ത് പ്രസവിച്ച ഉമ്മയ്ക്ക് വേണ്ട, ഉമ്മാടെ കൂടെ വയറ്റിൽ കിടന്ന കൂടപ്പറപ്പിന് വേണ്ട, നിന്റെ കൂടെ കിടന്ന ഭാര്യയ്ക്ക് വേണ്ട, നിന്റെ രക്തത്തിൽ പിറന്ന മക്കൾക്ക് വേണ്ട, ഒരാളും തിരിഞ്ഞു നോക്കാത്ത പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. അല്ലാഹുവിന്റെ കോടതിയിൽ നിന്റെ മക്കള് പറയുകയാ, ഫർദ് ധരിച്ച പെങ്ങള്, മക്കളെ സ്നേഹിക്കുന്ന പെങ്ങള്, അല്ലാഹുവോട് ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുമ്പോ മക്കള് പറയുന്നു, അല്ലാഹ്, ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുന്ന റബ്ബേ,
എന്റെ ഉമ്മാനവൊന്ന് മലത്തിക്കടത്തി തന്ന ഞാനാ നെഞ്ചത്ത് കയറിയൊന്ന് നിൽക്കട്ടെ അല്ലോ. എന്റെ കാല് പൊള്ളുന്ന പടച്ചവനെ. സ്വന്തം മക്കൾ അല്ലാഹുവോട് പറയുകയാ, എന്റെ ഉമ്മാനെ ഒന്ന് മലത്തിക്കടത്തിത്താ, ഞാൻ ഒന്ന് കയറി നിൽക്കട്ടെ പടച്ചവനെ. പാപ്പാ മോനെ 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 എന്ന് പറഞ്ഞ് പൊന്നാര മക്കളുടെ പുറകിൽ നടക്കുന്ന വാപ്പാ, മക്കൾ അല്ലാഹുവോട് പറയും, പടച്ചവനെ എന്റെ ഉപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ പാപം മുഴുവനും എന്റെ വാപ്പാടെ തലയിൽ കെട്ടിവെച്ചിട്ട് എന്റെ ഉപ്പാനെ നരകത്തിൽ എറിഞ്ഞോ.